ഒരു സമാധാന ചർച്ച ഉണ്ടാവും എന്ന് അമേരിക്ക പറയുമ്പോൾ അതിനുള്ള സാധ്യത ഇറാൻ കഴിഞ്ഞ ദിവസം വരെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ സമാധാന ചർച്ചകൾ യഥാർത്ഥത്തിൽ നടന്നത് അറബി രാജ്യങ്ങളും ഇറാനുമായിട്ടാണ്. അനൗപചാരിക തലത്തിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലും ഈജിപ്തും ഇറാനും തമ്മിലും തുർക്കിയും ഇറാനും തമ്മിലും ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു, അനൗപചാരികമായ ഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഹോർമോസ് തുറക്കുന്നതിന് ഇവരെല്ലാവരും കൂടെ ചേർന്നു, ഈ രാജ്യങ്ങൾ ഹോർമോസിന് ചുറ്റുപാടുമുള്ള പേർഷ്യൻ ഗൾഫിന് ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു ധാരണയിലെത്താൻ സാധിക്കും, മേഖലാ ധാരണ ആ രീതിയിൽ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ ഇത് അമേരിക്കയോട് പങ്കുവച്ചത് കൊണ്ടാണ് അമേരിക്ക അതിനുള്ള ഗോ ഹെഡ് സിഗ്നൽ കൊടുത്തതും അങ്ങനെ വിശാലമായ അർത്ഥത്തിലുള്ള ചർച്ചയ്ക്കുള്ള വഴി തുറന്നതും. അപ്പോഴും ആണവ വിഷയം ചർച്ചയിൽ ഇല്ല എന്നോർക്കണം ഈ ഘട്ടത്തിൽ. പക്ഷെ സമഗ്രമായ ചർച്ചകൾ, ഈ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണമായി അമേരിക്ക പറഞ്ഞിരുന്നത് ഇറാന്റെ ആണവ പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല ഇപ്പോൾ നടക്കുന്നത്. ഹോർമോസ് വൺ അറ്റ് എ ടൈം എന്നതാണ് പ്രമാണം. ആദ്യം ഹോർമോസ് തുറക്കപ്പെടണം. അങ്ങനെ പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തേക്ക് എണ്ണയുമായി കപ്പലുകൾക്ക് പോകണം. അവശ്യ വസ്തുക്കളുമായി പേർഷ്യൻ ഗൾഫിലേക്ക് കപ്പലുകൾക്ക് പുറത്തുനിന്ന് പ്രവേശിക്കാൻ കഴിയണം. അതാണ് ആദ്യത്തെ ധാരണ. അത് ഇറാൻ അംഗീകരിച്ച കപ്പൽ പാത, അതായത് 14 നിർദ്ദേശം ജൂൺ മാസം 17 എത്തിച്ചേർന്ന ഒരു ധാരണ, ഇടക്കാല ധാരണയനുസരിച്ച് ഇറാൻ നിർദ്ദേശിക്കുന്ന കപ്പൽ പാതയിലൂടെ സുഗമമായി ചരക്ക് നീക്കം സാധിക്കുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷെ അതിന് പാരലായി ഇറാന്റെ അനുവാദമില്ലാതെ കപ്പൽ ഗതാഗതം തുടങ്ങിയപ്പോഴാണ് അയത്തുള്ള അലി ഖൊമേനിയുടെ ശവസംസ്കാര വേളയിൽ ഇറാൻ ഈ കപ്പലുകൾക്ക്, അങ്ങനെ കരാർ ലംഘിച്ച് നീങ്ങി എന്ന് ഇറാൻ ആരോപിക്കപ്പെട്ട കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതും അങ്ങനെ ഒരു സംഘർഷത്തിൽ എത്തിച്ചേർന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇറാൻ കൂടി സ്വീകാര്യമാകുന്ന ഒരു കപ്പൽ പാതയിലൂടെ ഒരുപക്ഷെ ചരക്ക് നീക്കം തുടങ്ങാമെന്നതായിരിക്കും ആദ്യഘട്ടം. അതോടൊപ്പം തന്നെ ഇറാൻ നിയന്ത്രിക്കുന്ന, ഇറാനുമായി ചേർന്ന് നിൽക്കുന്ന ഹൂതികൾ ബാബൽ മന്ദേബ് കടലിടുക്ക് ഭാഗികമായി ഗൾഫ് പ്രദേശത്തിന് പാരലായുള്ള കപ്പൽ പാതയാണ്. അത് അടയ്ക്കുന്ന ഒരു ഘട്ടം വരുന്നു. അടയ്ക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. സൗദി കപ്പലുകൾക്ക് അതിലെ പ്രവേശനമില്ല. സൗദിക്ക് നേരെയുള്ള നാവിക ഉപരോധം ഹൂതികൾ പ്രഖ്യാപിച്ചത് സമാന്തരമായി നീക്കം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെങ്കടൽ വഴിയും പേർഷ്യൻ ഗൾഫ് വഴിയുമുള്ള ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയാണ് ആദ്യ റൗണ്ട് ചർച്ച നടത്തേണ്ടത്. അത് അമേരിക്കയും ഇറാനും തമ്മിലല്ല, ഇറാനും കൺസേൺഡ് മേഖലാ രാജ്യങ്ങളും തമ്മിലാണ്. അത് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുമായുള്ള ചർച്ചയുടെ ഒരു അന്തരീക്ഷം തെളിയുക. അത് ഇസ്ലാമാബാദ് ആതിഥ്യമരുളുന്ന പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന വിവിധ റൗണ്ട് ചർച്ചകൾ. അതിലിപ്പോഴും ഏത് രീതിയിലാണ് ഇറാൻ മുന്നോട്ട് വരുന്നത് എന്നറിയില്ല. കാരണം പല ആവർത്തി ചർച്ചകൾ ഉണ്ടായി. ആ ചർച്ചകൾ നടക്കുന്ന വേളയിൽ തന്നെ ഇറാനെതിരെ അമേരിക്ക ആക്രമണം ഘടിപ്പിക്കുന്ന കാഴ്ച ഒരു പരിധിവരെ ഇറാനെ അവിശ്വസ്തത ഉണ്ടാക്കി. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പറയുന്ന നിർദ്ദേശങ്ങൾ ഒരു രീതിയിലും വിശ്വസിക്കുന്നില്ല എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ഓപ്പൺ മൈൻഡോടുകൂടി ഇപ്പൊ ചർച്ചകളെ സമീപിക്കാനുള്ള വൈമുഖ്യം രണ്ട് ഭാഗത്തുമുണ്ട്. അപ്പൊ വിശ്വാസ തകർച്ച, അതായത് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ആണ് ഇപ്പോൾ ആവശ്യം. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ സുഗമമായ ചർച്ചയ്ക്കുള്ള വഴി ഒരുങ്ങേണ്ടത്. സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ നിരന്തരമായി നടത്തിയ സമ്മർദ്ദമാണ്, ഒരുപക്ഷെ അമേരിക്കയ്ക്ക് നേരെ നടത്തിയ സമ്മർദ്ദമാണ്. നിരന്തരമായി ഈ ഒരു മേഖലാ കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ചെങ്കടൽ മേഖലയിലെ 7 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ജിബൂട്ടിയും അതുപോലെ എറിത്രിയയും സുഡാനും ഈജിപ്തും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ചെങ്കടൽ മേഖലയിലെ ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി ഒരു കരാർ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ധാരണ, നാവിക സഖ്യം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ സമാന്തരമായി നടന്ന ഒരുപാട് കാര്യങ്ങൾ, അത് മാത്രമല്ല കുവൈറ്റിന്റെയും ഖത്തറിന്റെയും സൗദിയുടെയും ഇനിഷ്യേറ്റീവിൽ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, എങ്ങനെ പേർഷ്യൻ ഗൾഫിൽ സുഗമമായ നാവിക വിന്യാസം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇങ്ങനെ നിരന്തരം ചർച്ചകളായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക രംഗത്ത് വരുന്നു എന്നതാണ് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകാൻ കാരണം. ബാഹ്യശക്തികൾ ഇല്ലാതെ ആഭ്യന്തരമായി ആ പ്രദേശത്തെ ശക്തികൾ മാത്രം ഒരു ധാരണയിൽ എത്തുകയും ആ ധാരണ എത്തിക്കഴിഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് തയ്യാറാവുകയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നമുക്കറിയാം, ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷാവസ്ഥ ആരംഭിച്ചത് മുതൽക്കേ തന്നെ ഏറ്റവും കൂടുതൽ
പ്രതിസന്ധിയിലായിട്ടുള്ളത് GCC രാജ്യങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ ദിവസം ഈ ഒരു സംഘർഷമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും സംഘർഷം നിർത്തിവെക്കുകയാണ്, ആക്രമണങ്ങൾ നിർത്തുകയാണ് എന്നൊക്കെ പറയുമ്പോഴും കുവൈത്തിൽ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപം വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടായതായും തീപിടുത്തം ഉണ്ടായതായുമുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയാണ്. ഇതൊക്കെ ഈ നമുക്കറിയാം, പ്രവാസികൾ ഒരുപാട് ഇന്ത്യക്കാരൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കുവൈത്ത്, ഖത്തർ മേഖലകളൊക്കെ തന്നെ. ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം മുന്നോട്ട് പോകുമ്പോൾ കോവിഡ് കാലത്തേക്കാൾ ഭയാനകമാണ് ഈ പ്രവാസികളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. മേഖലയിലെ സംഘർഷം പ്രവാസികളുടെ ജീവിതതാളം തന്നെ തെറ്റിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ മാറുന്ന ഒരവസ്ഥയാണ്. അത് ബിസിനസിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും ഒക്കെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയല്ലേ പ്രവാസികളെ? 93 ലക്ഷം പ്രവാസികളാണ്, ഇന്ത്യൻ ഡയസ്പോറയാണ് ഗൾഫ് രാജ്യങ്ങളിലുള്ളത്. 6 രാജ്യങ്ങളിലായി: സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE, ഒമാൻ. ഈ 6 പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലായി 1 കോടിയോളം ഭാരതീയർ, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ്. അതിൽ നല്ലൊരു പങ്ക് കേരളീയരുമാണ്. UAE-യിലാണ് ഏറ്റവും കൂടുതൽ പേർ. യഥാർത്ഥത്തിൽ ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ അവിടേക്കുള്ള ഗതാഗതം തടയപ്പെടുന്നു, അവിടെ നിന്നുള്ള എണ്ണ നീക്കം നഷ്ടപ്പെടുന്നു. ഇതുകൊണ്ട് സംഭവിക്കുന്നത് തൽക്കാലത്തേക്ക് വലിയൊരു ബഫർ സോൺ ഉള്ളതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ശക്തമായ സമ്പദ് വ്യവസ്ഥകളാണ്, ശക്തമായ കറൻസികളാണ്, ശക്തമായ ഇന്റേണൽ സംവിധാനങ്ങളുണ്ട്, ന്യായമായ സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട്. കാരണം അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെയാണല്ലോ ഇറാൻ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് താഡ് മിസൈലുകളും പേട്രിയോട്ട് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പരമാവധി അവിടുത്തെ പൗരന്മാർക്ക്, തദ്ദേശീയർക്കും പ്രവാസികൾക്കും സുരക്ഷ നൽകാൻ ശ്രമിക്കുന്നു. ഏതാനും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ആൾനാശവും സംഭവിച്ചിട്ടുണ്ട്, വസ്തുവകൾക്ക് നാശമുണ്ട്. അതാണ് പ്രവാസികളുടെ ഒരു കൺസേൺ, സെക്യൂരിറ്റി കൺസേൺ ആണ്. പക്ഷെ രണ്ടാമത്തെ കൺസേൺ ഇക്കണോമിക് കൺസേൺ ആണ്. അത് വളരെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് ആ രീതിയിൽ പ്രകടമല്ല എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഹോർമൂസും ചെങ്കടൽ മേഖലയും അടച്ചിടേണ്ടി വന്നാൽ സാമ്പത്തിക താളം തെറ്റും. ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ തന്നെ സാമ്പത്തിക താളം തെറ്റും. ആദ്യമായി എണ്ണ ഉത്പാദനം കുറയുന്നു. അപ്പോൾ എണ്ണ സംഭരണശാലകളുമായി ബന്ധപ്പെട്ടും റിഫൈനറികളുമായി ചേർന്നുകൊണ്ടും ഓൺഷോർ ആൻഡ് ഓഫ് ഷോർ റിഗുകളിൽ ജോലി ചെയ്യുന്നവരും അനുബന്ധ സർവീസിലുള്ളവരുമായ വലിയ തോതിൽ ആളുകളെ, ഈ താഴെത്തട്ടിലുള്ള ആളുകളെയാണ് ഏറ്റവും ആദ്യം അത് അഫക്ട് ചെയ്യാൻ പോകുന്നത്. അത് നല്ല എണ്ണം പ്രവാസികളാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കൺസേൺ. 2, അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഗൾഫ് മേഖലയിൽ വൻതോതിലുള്ള വിദേശവും തദ്ദേശീയവുമായി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റുകൾ ഒരു സുരക്ഷാ ഭീഷണി നേരിടുമ്പോൾ അവിടെ പണമിറക്കാൻ ആരും തയ്യാറാവാതെ വരും. അങ്ങനെയെങ്കിൽ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഇപ്പോൾ തന്നെ ഭീതിതമായ രീതിയിൽ അവിടെയുള്ള പുതിയ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നിർത്തി ഇരിക്കുകയാണ്, അല്ലെങ്കിൽ മന്ദീഭവിച്ചിരിക്കുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ സെക്ടറിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യൻസ്, എഞ്ചിനീയേഴ്സ്, പിന്നെ മറ്റ് മിനിയൽ ജീവനക്കാർ എന്നിങ്ങനെയുള്ള ആളുകളെ അത് വീണ്ടും അഫക്ട് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത് ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതെല്ലാം തീർച്ചയായും അവിടെ ട്രാൻസാക്ഷൻ വളരെ കുറയും. ആ രംഗം മന്ദീഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ടൂറിസം. ഇപ്പൊ ദുബായ് പോലെയുള്ള നഗരങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റം നടത്തിയ പ്രദേശങ്ങളാണ്. അപ്പൊ ടൂറിസ്റ്റുകൾക്ക് ഗൾഫ് പ്രദേശം അൺഅട്രാക്റ്റീവായി വരികയാണ്. നിരന്തരം യുദ്ധമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ വിദേശ ടൂറിസ്റ്റുകൾക്ക്, യൂറോപ്യൻ അമേരിക്കൻ ടൂറിസ്റ്റുകൾ കൈനിറയെ പണവുമായി വരേണ്ട ടൂറിസ്റ്റുകളാണ്. അവർക്ക് എത്താനാവാതെ വരുമ്പോൾ ആ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട 10,000-കണക്കിന് ഇന്ത്യക്കാരാണ് അവിടെയുള്ളത്. ടൂറിസ്റ്റ് ഗൈഡുകളായും ടൂറിസ്റ്റ് ഹോട്ടൽ ജീവനക്കാരായും. അപ്പോൾ ഹോട്ടലുകൾ, താമസ സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഓക്യുപ്പൻസി റേറ്റ് ഇപ്പോൾ തന്നെ വളരെയധികം കുറഞ്ഞിരിക്കുന്നു ഹോട്ടലുകളിൽ. അപ്പൊ ഇങ്ങനെ പല സെഗ്മെന്റുകളിൽ വലിയ തോതിലുള്ള ഇടിവ് വരികയാണ്. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന ഇൻവെന്ററീസ്, ഇപ്പോൾ സുഗമമായി എണ്ണ ഗതാഗതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സമ്പദ് വ്യവസ്ഥ പുനരാരംഭിക്കാൻ പറ്റൂ. ഇവർക്ക് വലിയ തോതിൽ വിദേശകാര്യ നാണ്യ കരുതൽ ശേഖരം ഉണ്ടാകും, വലിയ രീതിയിലുള്ള വിദേശത്ത് നിക്ഷേപങ്ങൾ ഉണ്ടാകും. മിക്ക ഗൾഫ് രാജ്യങ്ങൾക്കും വിദേശത്ത് വലിയ നിക്ഷേപങ്ങളുണ്ട്. അത് മാത്രമല്ല, ഹൈഡ്രോ കാർബണിന് ശേഷം, അതായത് ക്രൂഡ് ഓയിലിന് ശേഷം എന്ത് എന്നതിനെക്കുറിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗൗരവമായി ചിന്തയാണ്. അതുകൊണ്ടാണ് അമേരിക്കയുമായി ഒരു ആണവ കരാർ, സിവിൽ ന്യൂക്ലിയർ എനർജി അഗ്രിമെന്റ് കഴിഞ്ഞ മാസം ഒപ്പിട്ടത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കുന്നു 2 കാര്യങ്ങളിലാണ്. ഒന്ന്, പെർമനന്റ് ആയി ഒരു സ്റ്റേറ്റ് ഓഫ് വാറിൽ ഇരിക്കാൻ അവർക്ക് താല്പര്യമില്ല. 2, അമേരിക്കയുടെ മാത്രം സംരക്ഷണത്തിൽ മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഒരു കരാർ ഒപ്പിട്ടത്. അത് മാത്രമല്ല, സൗദി അറേബ്യ വിവിധ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റു രാജ്യങ്ങളും. അതുകൊണ്ട് ചൈനയും റഷ്യയും കടന്നു വരുന്ന പ്രദേശത്തേക്ക് സ്വാധീന ശക്തികളായി കടന്നു വരുന്നത് തടയാൻ വേണ്ടി അമേരിക്ക പരമാവധി ഗൾഫ് രാജ്യങ്ങളെ
പ്രീണിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയേക്കാം എന്നതാണ് ആത്യന്തിക ചിത്രം. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ശരി, ഗൾഫ് രാജ്യങ്ങൾ പുതിയ രീതിയിൽ ചിന്തിക്കുന്നു എന്നതിന് ഈ യുദ്ധത്തിന് ശേഷവും, യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും, യുദ്ധത്തിന് ശേഷവും അവരുടെ നിലപാടുകളിൽ ചെറിയ മാറ്റം ഇനി പ്രതീക്ഷിക്കാം എന്നതാണ്. അതുകൊണ്ട് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഗൾഫിൽ നിന്നും ഭാവിയിൽ പൂർണ്ണമായ തോതിൽ സ്റ്റേബിളായ വരുമാനം ഉണ്ടാകും എന്ന ധാരണ ഒരുപക്ഷെ അസ്ഥാനത്താണ്. അത് മാത്രമല്ല, ഗൾഫിൽ പോകാൻ വേണ്ടി മാത്രമായി ഈ ചില കോഴ്സുകൾ എടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതയ്ക്ക് ഇവിടെയും മാറ്റം വരും. കേരളത്തിലും ഇന്ത്യയിലും അതിനുള്ള മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് സ്ഥിരമായ വരുമാന സ്രോതസ്സായി എക്കാലത്തും ഒരു ഗ്രീൻഫീൽഡായി ഗൾഫ് മേഖലയെ കരുതാനാവുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പക്ഷേ ഈ കാർമേഘങ്ങൾ നീങ്ങിപ്പോകും, ഉത്പാദനം വീണ്ടും വർദ്ധിക്കും, തീർച്ചയായും അവസരങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷേ മുന്നോട്ടുള്ള പോക്ക് അൺസർട്ടൺ ആണ് എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ വരുന്നത്. അതിന് പരമാവധി സ്റ്റെബിലിറ്റിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പല ആവർത്തി ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്, റീജിയണൽ പരിഹാരങ്ങളാണ് ആവശ്യം. ബാഹ്യശക്തികൾ ഇടപെട്ട് ഗൾഫിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതല്ല. അവിടുത്തെ ശക്തികൾ, അത് ഇറാനും സൗദി അറേബ്യയും ഖത്തറും UAE-യും ഈജിപ്തും എല്ലാം തന്നെയാണ്, തുർക്കിയും എല്ലാം തന്നെയാണ് ആ പ്രദേശത്തിലെ ശക്തികൾ. ആ ശക്തികൾ ഒരു ധാരണയിൽ പോവുകയും പരസ്പര വിശ്വാസത്തോടുകൂടി പെരുമാറുകയും ചെയ്യുക എന്നതാണ് ശാശ്വതമായ സമാധാനത്തിന്റെ അടിസ്ഥാനം. ആ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ പ്രവാസികൾക്ക് അവിടെ സ്വപ്നങ്ങൾ നെയ്ത് പണമുണ്ടാക്കാനും നാട്ടിലേക്ക് അയക്കാനും നല്ല ജീവിതം കെട്ടിപ്പടുക്കാനും സാധിക്കൂ എന്നതാണ് എന്റെ പക്ഷം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.